അപ്പൊ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പരിപാടി? വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ ആക്ച്വലി എനിക്ക് ബിഗ് ബോസിന്റെ അകത്ത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ള ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഓക്കെ ഞാൻ ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഓക്കെ ഞാൻ മാനാണ് മിഷൻ എപ്പോഴും പറയും. അപ്പൊ എൻ്റെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ. ബിഗ് ബിഗ് ബോസ്. ബോസ് അത് കുറച്ച് എന്നുള്ള വർഷം മെനക്കെട്ടിട്ടാണ് ഈ അടുത്തത്. അപ്പൊ അടുത്തത് ഇതിൽ നിന്ന് കിട്ടുന്ന ആക്ടിങ് തന്നെയാണ് എനിക്കും താല്പര്യം. ഇഷ്ടം. എനിക്കൊരു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ആവാൻ താല്പര്യമില്ല. ഞാൻ സെലിബ്രിറ്റി. സെലിബ്രിറ്റി അല്ല, ലൈക്ക് എനിക്ക് ലൈഫ് കുറെ എക്സ്പ്ലോർ ചെയ്യണം. ലൈക്ക് Okay. ഇത് വി ഓൺലി ലീവ് വൺസ് എന്നല്ലേ, അതെ. ഒരു ജീവിതമേ ഉള്ളൂ. അതിങ്ങനെ അതെ. ഒരു ഒതുങ്ങിക്കൂടി ആരും അങ്ങനെ എനിക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ആ ഇപ്പൊ ദൈവം ഇത്രയും സൃഷ്ടിച്ചത് നമുക്ക് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനല്ലോ. ആ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അത് ഇപ്പൊ കലാപരമായാലും കായികപരമായാലും കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. എനിക്ക് ഓഫ് കോഴ്സ് ആക്ടിങ്, എനിക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാണ്. മമ്മി എപ്പോഴും പറയും എന്റെ മകനെ എപ്പോഴും സ്ക്രീനിൽ കാണണം എന്ന്. ആ അപ്പം യെസ്, എപ്പിസോഡ്സ് ഏതെങ്കിലും കണ്ടിരുന്നോ? ഞാൻ ഒന്നും കണ്ടില്ല. സ്ക്രീൻ ഇൻ ദ സെൻസ് ബിഗ് സ്ക്രീൻ. ആ അപ്പൊ ഞാൻ ഓക്കെ. എപ്പിസോഡ് ഒന്നും ഞാൻ കണ്ടില്ല. എന്റെ ഇനി കാണാൻ പ്ലാൻ ഉണ്ടോ? എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് എന്റെ ഡാൻസ് കളിക്കുന്നത് കാണണം. ആ കുറെ മൊമെന്റ്സ് ഉണ്ട്, എനിക്കത് ഓക്കെ. കാണണം. ഞാൻ ഇത് ഡാൻസ് ഒന്നും ഇങ്ങനെ കളിച്ചില്ല, ആ അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണണം. ഉം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം കാണാൻ താല്പര്യം. അല്ലാതെ എനിക്ക് ഫുൾ കാണില്ലായിരിക്കും. കാണാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? കാണാൻ ആഗ്രഹമില്ലാത്ത ഓഫ് കോഴ്സ് എനിക്ക് എവിക്ഷൻ, എനിക്ക് എല്ലാവരോടും കണക്റ്റഡ് ആവും പെട്ടെന്ന്. ഓക്കെ. അതില് ഇഷ്ടമുള്ളവര് പോകുന്നത് കാണാൻ. പോകുമ്പോൾ എനിക്ക് സിജോ പോയതാണ്, എവിക്ഷൻ എപ്പിസോഡ് ഒന്നും അപ്പൊ കാണൂല. സിജോ പോയാലും ശ്രീതു പോയാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഓരോരുത്തരും ഇപ്പൊ അപ്സര പോയതാണെങ്കിലും ശരണ്യ പോകുന്നതാണെങ്കിലും സുരേഷ് ഏട്ടൻ പോയതാണെങ്കിലും എല്ലാവരും പോകുമ്പോൾ പെട്ടെന്നൊരു പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും. ഞാനും തന്നെ ബിഗ് ബോസ് കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അതായത് ഇന്നലെ ഹൻസിബിത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു. വിഷ് ചെയ്തായിരുന്നു? ഞാനാണ് അവളെ ആദ്യമേ അവിടെ വന്നപ്പോഴേ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞത്. ആണോ? അന്ന് അത് ഞാനാണ് തുറന്നത്. ഓക്കെ. അലമാര തുറന്നപ്പത്തിന്, ശരി. കിച്ചണിൽ വന്നപ്പത്തിന്, അപ്പോഴാണ് അവിടെ അറിഞ്ഞത് ആക്ച്വലി. ആ വിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ് ചെയ്തു. ഹൻസിബിത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൻസിബിത്തയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത്. ആ വിഷമത്തിന് കാരണം ഞാൻ എന്തായിരുന്നു? വീഡിയോ ആക്ച്വലി ഒന്നും കണ്ടില്ല. ഞാൻ ഒന്നും കണ്ടില്ല ആക്ച്വലി. ആ വേറെ ഹൻസിബിത്ത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഒരുപാട് സങ്കടമായി. അർജുൻ എന്തോ മീൻസ് അർജുനാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തത്. അത് കണ്ടപ്പോ ഭയങ്കര വിഷമായി എന്ന് എനിക്ക് പറഞ്ഞു. അഞ്ചു മാത്രമല്ല, വേറെ ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷനെ പറ്റി. അപ്പൊ ഞാൻ ഗെയിം എന്നുള്ളത് അതോട് വിട്ടു. ആ അത് രീതിക്ക് അവിടെ എടുത്താണോ? അത് ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഓ, എന്നാ പോലും അത് ഗെയിമിലോട്ട് ഗെയിം കൊണ്ടുവന്നില്ല. നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നീ അറിയാലോ, നമ്മൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ റീസൺ പറയണം. ഇത് പലരുടെയും ചോദ്യമാണ്. ഞാൻ ചോദ്യമാണ്. അതിനെ ഓക്കെ, റെപ്രസെന്റ് ചെയ്ത് ചോദിക്കുന്നത്. നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേന് റീസൺ വേണം. അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ഓഫ് കോഴ്സ് ഒരാൾ ഓപ്പർച്യൂണിറ്റി കളയണ്ടല്ലോ. ഞാൻ തന്നെ കുറെ കഷ്ടപ്പെടുന്നത് കയറി നിൽക്കും. ഒരു സമയത്ത് വേണ്ട, നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഓഫ് കോഴ്സ് ഞാൻ അവരെ നോമിനേറ്റ് ചെയ്യും. അതല്ലാതെ എനിക്ക് ഇപ്പം അൻസിബയായിട്ട്, എനിക്ക് അൻസിബ എന്നല്ല, എനിക്ക് ഇവിടെ ആരുമായിട്ട് ഒരു പ്രശ്നമില്ല.